ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ഈ ഒരു കമ്മലാണ്. അത് സാധാരണ ഐപ്പിന് വെച്ചിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, വേറൊരു മെത്തേഡിലാണ്. അപ്പോൾ ആ മെത്തേഡ് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് മൾട്ടി കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെയിൻബോ ബീഡ്സ്, കോപ്പർ വയർ, ഫ്യൂസ് സ്റ്റാർ, ഇയർ ഹൂക്ക്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ടൂത്ത് പിക്കാണ്. അത് നമുക്ക് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള സൂചി, അത് ഏതായാലും എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് നമ്മുടെ ടൂത്ത് പിക്കിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വളച്ചെടുക്കണം. നമ്മുടെ ബീഡിൻ്റെ സൈസ് അനുസരിച്ച് വേണം കേട്ടോ. ഇതിനെ വളച്ചെടുക്കുമ്പോൾ ലെങ്ത്ത് നോക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ ചെറിയ ബീഡാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മൾ നീളത്തിൽ വളയ്ക്കേണ്ട. ഇനി നമ്മൾ ആ ഒരു ടൂത്ത് പിക്കിന് ഇതുപോലെ 2-3 വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹൂക്ക് കിട്ടി കണ്ടോ. അതുപോലെ ഒരു ഈ നമ്മുടെ ഐപ്പിനൊക്കെ പോലെ നമുക്കവിടെ വളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബീഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ വളച്ച് വെച്ചിരിക്കുന്ന കമ്പി പുറത്തേക്ക് കാണാൻ പാടില്ല. അപ്പോൾ അത്രയും ലെങ്ത്തിൽ മാത്രമേ നമ്മൾ വളച്ചെടുക്കാവൂ. ഇനി നമ്മളിതാ വീണ്ടും നമ്മുടെ ടൂത്ത് പിക്ക് ആ ഒരു ബീഡിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കമ്പി നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് ഒരു സൈഡിലേക്ക് അങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. നന്നായി ടൈറ്റിൽ ചെരിച്ച് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും ടൂത്ത് പിക്ക് നമ്മളിതുപോലെ തിരിച്ച് കൊടുക്കുക. 2-3 വട്ടം തിരിച്ച് കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് മാറ്റി നമ്മുടെ കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ലോങ് ചെയിനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കാം, പാദസരമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് ബാലൻസ് കമ്പീനെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. പേൾ ചെയിനൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഈ ഒരു കമ്പി ഇങ്ങനെ കെട്ടിക്കുറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ലോങ് ചെയിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ മൾട്ടി കളറിലൊക്കെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ ബീഡിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. പേൾ ചെയിൻ തന്നെയല്ല, നമ്മുടെ മംഗൾസൂത്രമൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത ബീഡ് കുറക്കാനായിട്ട് സെയിം നമ്മുടെ ആ ഒരു കമ്പി എടുക്കുക. നമ്മളിത് ആ ഒരു ലൂപ്പിലൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് നീക്കിയിട്ട് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇപ്പോഴും ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഡിൻ്റെ സൈസ് അനുസരിച്ച് വേണം. ഒരുപാട് ലെങ്ത്തിൽ വളച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ കമ്പി കാണും, പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വളയ്ക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി നമ്മളിത് ആ ഒരു വളച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ടൂത്ത് പിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ആദ്യം കോർത്ത ബീഡുണ്ടല്ലോ, അത് ഇതുപോലെ സ്ട്രെയിറ്റ് നിൽക്കുന്ന രീതിയിൽ പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇത് ചുറ്റി കൊടുക്കുക കേട്ടോ. നേരെ പിടിച്ചിട്ട് ചുറ്റിയില്ലെങ്കിൽ നമ്മൾ ആദ്യം കോർത്ത ബീഡ് അവിടെ ലോക്കായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടൂത്ത് പിക്ക് ഊരിയെടുക്കാം. അപ്പോൾ അവിടെ വീണ്ടും ഒരു ലൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ബീഡ് കോർക്കുക. ബീഡ് കോർക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വളച്ച് വെച്ച കമ്പി ഒട്ടും പുറത്തേക്ക് നിൽക്കരുത്, കാരണം നമുക്ക് വീണ്ടും അവിടെ വളയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു ഭംഗികേടാവും. ഞാനൊരു ഗോൾഡൻ ബീഡ് മിക്സ് ചെയ്തിടാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കതൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയിട്ട് മൾട്ടി കളറായിട്ട് തന്നെ ചെയ്തെടുക്കുക ചെയ്തത്. വീണ്ടും നമ്മൾ ഒരു ബീഡും കൂടി ഇട്ടു. ഇതുപോലെ ബീഡ് ഇട്ടു. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടൂത്ത് പിക്ക് വയ്ക്കുക, ജസ്റ്റ് വളച്ചു കൊടുക്കുക. ഇതുപോലെ വളച്ചു കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വളയ്ക്കണം കേട്ടോ. ലൂസ് വന്നാൽ അവിടെ ആ ഒരു കമ്പിയൊക്കെ കാണും. അപ്പോൾ സൈസ് വലുതാവും. ആ ഒരു നമ്മളവിടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ സൈസ് വലുതാവും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ നിന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കണമല്ലോ, എങ്കിലാണല്ലോ അത് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി വീണ്ടും തിരിച്ചു കൊടുക്കുക. ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് സൈഡിലേക്ക് കമ്പി വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാനും എളുപ്പമായിരിക്കും. ഇതുപോലെ തിരിച്ചു കൊടുക്കുക. ജസ്റ്റ് അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ ഒരു ലൂപ്പ് കിട്ടി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെറിയ കരിമണിയുടെ ബീഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മംഗൾസൂത്ര ചെയ്തെടുക്കുക. അതുപോലെ വൈറ്റ് പേൾ ബീഡ് എടുത്തു കഴിഞ്ഞാൽ പേൾ ചെയിൻ അതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ പേൾ ചെയിനൊക്കെ മീറ്ററായിട്ട് വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മാലയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 എണ്ണം കോർത്തു. ഇനി 2 എണ്ണം കൂടി ഞാൻ ഇതേ രീതിയിൽ തന്നെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജാസ്മിൻ ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോസാണ് ഇട്ടിരുന്നത്, ബഡ്സിൻ്റെ ക്ലാസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർ വിഷമിക്കേണ്ട. മൺഡേ നമ്മൾ ജാസ്മിൻ ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ എടുത്ത വീഡിയോയിൽ കുറേ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എടുത്തിട്ട് വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മൺഡേ ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ട് വരാം. നമ്മളിനി ഫ്ലവറും കനകാമ്പരവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും വിഷമിക്കേണ്ട. നമ്മൾ എന്തായാലും വീഡിയോസ് ഇടും. ഫ്രീ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ജ്വല്ലറി മേക്കിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ അടുത്ത ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും. ജ്വല്ലറി മേക്കിംഗ് മാത്രമല്ല, ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രീ ക്ലാസ് വേണ്ടവർക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ജ്വല്ലറി ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രീ ക്ലാസ് വേണ്ടവർക്ക് അത് കണ്ട് പഠിക്കാം. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഇൻട്രൊഡക്ഷൻ മുതൽ ആ ക്ലാസ്സിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജ്വല്ലറീസും ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും.
അപ്പോൾ ഇതേ നമ്മൾ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ ഈ ഒരു ഇയറിങ്സിന് വേണ്ടിയിട്ട് കോർത്തെടുത്തത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു ഹാങ്ങിങ്സ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു സ്കൈ ബ്ലൂ തന്നെയാണ് റെയിൻ ഡ്രോപ്സ് ബീഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൻ ഡ്രോപ്സ് ബീഡ് നമ്മൾ ഫ്യൂ സ്റ്റാറിലേക്കാണ് കോർക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ ചെറിയൊരു ക്രിസ്റ്റൽ ബീഡ് നമ്മൾ സെയിം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫ്യൂ സ്റ്റാറിൽ നിൽക്കില്ല. ആ ഒരു റെയിൻ ഡ്രോപ്സ് ബീഡിൻ്റെ ആ ഒരു ഹോൾ വലുതാണ്. അപ്പോൾ അതങ്ങനെ ഊരിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ അടിയിലൊരു ചെറിയ ബീഡ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ക്രിസ്റ്റലിൻ്റെ തന്നെ ബീഡ് ഇട്ട് കൊടുത്തു. സെയിം കളറിലുള്ള ബീഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് കോർത്ത ആ ഒരു ബീഡും നമ്മുടെ ഈ ഒരു റെയിൻ ഡ്രോപ്സ് ബീഡും. ഇനി ഇതാ ഫ്യൂ സ്റ്റാർ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. ഒട്ടും ഗ്യാപ്പ് കാണാത്ത രീതിയിൽ അതവിടെ ചുറ്റി കൊടുക്കുക. ഒരു 2-3 വട്ടം ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പിയുടെ ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഹാങ്ങിങ്സും അവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലുമാണ്. ഒരു എലഗൻറ്റ് ലുക്കൊക്കെ തരുന്നൊരു കമ്മലാണല്ലേ. ഈ ഒരു ക്രിസ്റ്റലിൻ്റെയൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കുക തന്നെ വേണം. അതുപോലെ മൾട്ടി കളറിൽ ബീഡ്സൊക്കെ വാങ്ങി നമുക്ക് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിനി അതിനെ ഇയർ ഹുക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കമ്മൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.